ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു മോർണിംഗ് വ്ളോഗായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിന്ന് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ കടല ഞാൻ സവാള തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പുട്ടുപൊടി ഞാൻ എടുക്കുന്നത് മൈ ചോയ്സിൻ്റെ പുട്ടുപൊടിയാണ്. അത് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. ഇപ്പം ഞാൻ 1.5 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നനച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലത്തെ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചാൽ ഒരു ഉഷാറ് നമുക്ക് വരുള്ളൂ. എനിക്കങ്ങനെയാണ്, രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചാലൊന്ന് സെറ്റാവുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ മക്കൾക്ക് ലഞ്ചിന് കൊടുത്തു വിടുന്നത് ചിക്കനാണ്. ചിക്കൻ പൊരിച്ചതാണ് കൊടുത്തു വരുന്നത്. അപ്പോൾ അതിന് ഞാനൊരു മസാല തയ്യാറാക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇതെല്ലാം സെറ്റാക്കി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ കടല വേവിക്കാൻ വെച്ചിട്ട് വിസിൽ വരണുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഈ മസാലയാണ് ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ ഇടണത്. അപ്പോൾ നമ്മൾ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഇത് സെറ്റായിട്ട് വരും. ഇപ്പം രാവിലെ ടൈം ഇല്ലാത്തതുകൊണ്ട് നേരെ ഞാനെടുത്ത് ഫ്രൈ ചെയ്യാനാണ്. അപ്പോഴേക്കും പുട്ടുപൊടിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വേഗം പുട്ടൊക്കെ ചുട്ടെടുക്കാം. ഞാനപ്പോൾ കടലക്കറി വറുത്തരച്ചാണ് വെക്കണത്. ഇവിടെ മക്കൾക്ക് കടലക്കറി വറുത്തരച്ച് വെക്കണതാണ് ഇഷ്ടം, നോർമൽ കടലക്കറീനേക്കാൾ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ഇതെന്താണെന്ന് വെച്ചാൽ മോനിക്ക് ചുമയുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ചുമയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്ക് വെറും വയറ്റിൽ നാരങ്ങാനീരും തേനും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ.